എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ KEAM 2023 മാത്തമാറ്റിക്സ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ളത്, ഇങ്ങനെ KEAM മാത്തമാറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് വന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ KEAM എക്സാം May 17 നടക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും പ്രിപ്പറേഷനിലായിരിക്കും. നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് എനിക്ക് പോകണം എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫിസിക്സ് നമ്മൾ പറഞ്ഞു, കെമിസ്ട്രി നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അത് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ KEAM 2023 മാത്തമാറ്റിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും നമുക്കറിയാം. 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2.5 hour അല്ലെങ്കിൽ 150 minutesലാണ് നമുക്കുള്ളത്. അപ്പോൾ മോർ ദാൻ ലൈക്ക് ഒരു 1 minute എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കാനായിട്ട് സാധിക്കും. ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ കൂടുതലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിനുള്ള സമയം നമുക്കുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊരു 1 minute 2 minute-നുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 30 seconds വരെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത്രയും പ്രാക്ടീസ് നമുക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ PYQs കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ബിൽഡ് ചെയ്തെടുക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് അപ്പം തന്നെ ആൻസർ കൊടുക്കാനുള്ള ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പിന്നെ സിലബസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം 2020 ശേഷം KEAM മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ഒന്ന് മാറി. ഓക്കെ, സിലബസ് മാറി എന്ന് പറഞ്ഞാൽ അതുവരെ NCERT പുറത്തുനിന്നും അങ്ങനെ പുറത്തുനിന്നുള്ള കുറച്ച് ടോപ്പിക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 ശേഷം NCERT അതേ ഒരു സാമ്യതയുള്ള സിലബസ് തന്നെയാണ് നമുക്ക് KEAM-നും ഉള്ളത്. ഇനി 2021-ലും 2022-ലും 2023-ലും ഒക്കെ ആ ഒരു സിലബസ് ആണ് ഇനി ഫോളോ ചെയ്യുന്നത്. അത് NCERT-ക്ക് ഒരു ഈക്വൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. NCERT-ൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനി NCERT-ൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ 12th 11th ഒക്കെ പഠിച്ച ചില കുട്ടികൾക്ക് ഫോക്കസ് ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ NCERT എന്ന് പറയാൻ പാടില്ല. NCERT-ൻ്റെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് ഈ KEAM-ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് ഇതിൽ നിന്ന് അല്ലല്ലോ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ബോർഡ് എക്സാമിന് അത്രയാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ KEAM എക്സാമിനായിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൾസോ നിങ്ങൾ ആ ഒരു ബുക്കിൽ നമുക്ക് 2 ബുക്സ് ആണുള്ളത്. നമ്മൾ ക്ലാസ് 11-നും 12-നും നമുക്ക് 2 ബുക്സ് ആണുള്ളത്. ആ ബുക്കിലെ എല്ലാ എക്സാമ്പിൾസ്, എക്സസൈസസ്, മിസലേനിയസ് എക്സാമ്പിൾസ്, മിസലേനിയസ് എക്സസൈസസ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിൻ്റെ കേസ് പറയുമ്പം NCERT തന്നെയാണ് നമുക്ക് സിലബസ് എന്നത്. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പുറത്തുനിന്ന് വരാം. ഓക്കെ, അന്ന് വെച്ചിട്ട് JEE അഡ്വാൻസിൻ്റെയും JEE മെയിൻ്റെയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും KEAM-ന് നമ്മൾ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, യെസ്. അത്രയും ടഫ് ഒരു ക്വസ്റ്റ്യൻ അല്ല സാധാരണ KEAM-ന് ഉണ്ടാവാറ്. നമുക്കറിയാം നമ്മൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് NCERT നമുക്ക് വരാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ് 11th-ന്റെയും 12th-നും എത്രയും ഇമ്പോർട്ടൻസ് ആണുള്ളത് നോക്കുകയാണെങ്കിൽ 2-നും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50% തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2021-ലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 61 ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ് 12-ന് ചോദിച്ചതെങ്കിൽ 59 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ് 11-ന് ചോദിച്ചത്. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് രണ്ടിൻ്റെയും ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 11th-ന്റെയും 12th-ന്റെയും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആൻഡ് 50% ഓഫ് ദ ക്വസ്റ്റ്യൻസും ഈ ഒരു 9 ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, യെസ്. നിങ്ങൾക്കൊരു 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നല്ലോണം അറിഞ്ഞാൽ തന്നെ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പം ഈ ചാപ്റ്റേഴ്സ് ഒന്നും ആരും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് മാത്രം KEAM 2023 നിങ്ങൾ എഴുതാനായിട്ട് പോവാം. നമുക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് CET-യും TKM-ഉം GEC തൃശ്ശൂരും മറ്റേ കോളേജസ് ഒന്നും നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കോളേജിൽ പോയി പഠിക്കണം, അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചാപ്റ്റേഴ്സും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് കൂടാതെ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത് നോക്കാം. ഇൻറ്റഗ്രൽസ് നമ്മൾ ക്ലാസ് 12-ൽ പഠിച്ച ഇൻറ്റഗ്രൽസ് ഉണ്ട്. ദെൻ കോണിക് സെക്ഷൻ അഗെയിൻ ക്ലാസ് 12, വെക്ടർ ആൽജിബ്ര അഗെയിൻ ക്ലാസ് 12, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമുക്ക് ക്ലാസ് 11-ൽ പഠിച്ചതാണ്. ദെൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ക്ലാസ് 12,
ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ക്ലാസ് 11, 3D ജോമെട്രി ക്ലാസ് 12, സീക്വൻസ് ആൻഡ് സീരീസ് ക്ലാസ് 11, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ക്ലാസ് 12. ഓക്കെ, അപ്പം ഇതിൽ പഠിച്ച ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ അരച്ച് കലക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് എന്തായാലും 60% ഓഫ് 60 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആയിരിക്കും വരുന്നത്. ആൻഡ് ആ ഒരു 60 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. കൂടാതെ മറ്റേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാം. നമുക്ക് ഈസി ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, സെറ്റ്സ്, മെട്രിക്സ്, ഇതിൽ നിന്നൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പം ആ ഒരു ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്യും. അതുകൂടാതെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കും റാങ്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, മറ്റേ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കണം. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, കാരണം ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം. ഓക്കെ, യെസ്, അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇനിയും ഒരുപാട് വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോസും ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ടെലഗ്രാം ചാനലിലും നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. PDFs ആയിട്ടും നോട്ട്സ് ആയിട്ടും മൈൻഡ് മാപ്സ് ആയിട്ടും ടിപ്സ് ആയിട്ടും ട്രിക്സ് ആയിട്ടും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. അടുത്ത സെഷനിൽ കാണുന്നത് വരെ ബൈ.